എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഓരോരോ ഉഡായിപ്പ് സംഗമങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിൽ കൂടെ നമ്മൾ വരയ്ക്കുന്നത്. അതായത് ജനങ്ങൾ പട്ടിണിയും പരിവട്ടവും നൂറ് പ്രശ്നങ്ങളുമായിട്ട് അലയുമ്പോൾ ഇവർ വെറുതെ ഉഡായിപ്പ് സംഗമങ്ങളും ആർഭാടക മാമാങ്കങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമുക്കറിയാം, ഈ ലോക കേരള സഭ, അയ്യപ്പ സംഗമം, അപ്പം ഇപ്പം ഒരു പുതിയ പരിപാടി CM വിത്ത് മീ എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് 20 കോടിയാണ് മുടക്കിയിരിക്കുന്നത്. CM വിത്ത് മീ എന്ന് പറഞ്ഞൊരു, അതായത് നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി നമ്മുടെ കൂടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവരുടെ PRD വർക്കാണ്. ഇവരുടെ പബ്ലിസിറ്റി വർക്കിന് വേണ്ടിയിട്ട് 20 കോടിയാണ് മാറ്റി വച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം മറ്റേ 1000 കോടി ഇവിടെ കടമെടുക്കണം, വികസനത്തിനെന്നും പറഞ്ഞ് കടമെടുക്കുന്നു. ഇവരുടെ വികസനം എന്ന് പറഞ്ഞാൽ എന്തോ, ഇവരുടെ വികസനം എന്ന് പറഞ്ഞാൽ ഇത് കണക്കുള്ള ഉഡായിപ്പ് മാമാങ്കങ്ങളാണ്. ഓരോരോ ഇപ്പോൾ അയ്യപ്പ സംഗമം പോലുള്ള ഓരോ പരിപാടികൾ, അയ്യപ്പ സംഗമം കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തോ ഗുണമെന്തോ. ഇവരുടെ രാഷ്ട്രീയ അടിത്തറ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓരോ പരിപാടികളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഈ ലോക കേരള സഭ മറ്റേ 1 കോടി രൂപയുടെ മറ്റേ വണ്ടി ഉണ്ടാക്കി അതിനകത്ത് കക്കൂസും ഫിറ്റ് ചെയ്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന കണക്കുള്ള ഓരോ മാമാങ്കങ്ങളാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് 1000 കോടി 10000 കോടിയൊക്കെ ഇങ്ങനെ കടമെടുത്തുകൊണ്ടിരിക്കുക. ഈ കടമെടുക്കുന്നത് കൊണ്ട് വികസനമെന്നാണ് പറയുന്നത്. എന്ത് വികസനമാണ് ഇവർ നടത്തുന്നത്? ഇവർ വികസിക്കുന്ന ഇവരുടെ പാർട്ടിക്കാരും അവരുടെ നേതാക്കന്മാരും മാത്രമേ വികസിക്കുന്നുള്ളൂ. ഈ മറ്റേ PRDയെ കൊണ്ട് കുറേ ഹോർഡിങ്സ് ഉണ്ടാക്കാനും പരസ്യം നടത്താനും മറ്റേ പരസ്യ ഫിലിമുകൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഈ കോടിക്കണക്കിന് രൂപ ഇവർ വിനിയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഉഡായിപ്പ് പരിപാടിയെക്കുറിച്ച് നമുക്കൊരു പൊതുവെയുള്ളൊരു കാർട്ടൂണാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഇതിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. നമ്മുടെ പാവപ്പെട്ട കോരൻ ഊണ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ PRDയാണ് വിളമ്പി കൊടുക്കുന്നത്. PRD വഴി നമ്മുടെ കാരണവർ മുറ്റത്ത് വിളമ്പി കൊടുക്കുകയാണ്. അയ്യപ്പ സംഗമം, വിഷൻ 2013, റീബിൽഡ് കേരള, ലോക മലയാള സമ്മേളനം, പിന്നോക്ക സംഗമം, ലോക കേരള സംഗമം, അങ്ങനെ വിവിധ ഉഡായിപ്പ് സംഗമങ്ങൾ വിളമ്പി കൊടുക്കുകയാണ് ഈ പാവപ്പെട്ട പട്ടിണിക്കാരന്. എല്ലാം പാവപ്പെട്ടവൻ്റെ കാര്യം പറഞ്ഞാണ് ഈ ഉഡായിപ്പ് സമ്മേളനങ്ങൾ മുഴുവൻ നടത്തുന്നത്. ഇതുകൊണ്ടൊന്നും പാവപ്പെട്ടവന് യാതൊരു ഗുണവുമില്ല. പണ്ടൊരു നാടകഗാനമില്ലേ, പാവങ്ങളാണേലും ഞങ്ങൾ പായസച്ചോറ് തരാം, പായസച്ചോറുണ്ടാൽ ഞങ്ങൾ പാടി ഉറക്കുമല്ലോ എന്നുള്ള പാട്ടുണ്ടല്ലോ. KPSCയുടെ പ്രശസ്തമായ നാടകഗാനമാണ്. ആ നാടകഗാനത്തിലെ പിന്നെ പാട്ടാണ് നമ്മളിതിൻ്റെ അടിക്കുറിപ്പായിട്ട് എഴുതുന്നത്. വിവിധ ഭക്ഷണ സാധനങ്ങളുടെ, പട്ടിണി കിടക്കുന്നതിന് മുമ്പ് വിവിധ ഭക്ഷണ സാധനങ്ങൾ വിളമ്പി നിറയ്ക്കുകയാണ്. ആ ഭക്ഷണ സാധനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഭക്ഷണ വിഭവങ്ങൾ. ഇത് ലോക കേരള സഭ, ഇത് പിന്നോക്ക സംഗമമാണ്. ഇത് ലോക മലയാള സംഗമം, ഇത് റീബിൽഡ് കേരള.
ഇതൊക്കെ ഈ റീബിൽഡ് കേരളയ്ക്കൊക്കെ കോടിക്കണക്കിന് രൂപ അനുവദിച്ചതാണ്. പക്ഷെ അതിനകത്തു നിന്നൊക്കെ എന്തുണ്ടായെന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഒന്നും ഉണ്ടായില്ല. ഇതെല്ലാം ആ സമയത്തെ വെറുതെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നുള്ള പരിപാടി ഇതിനകത്ത് നിന്ന് പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഇത് അയ്യപ്പ സംഗമം, ഏറ്റവും പുതിയത്. ഇത് അയ്യപ്പ സംഗമം. ഇത് വിഷൻ 2013. അത് അടുത്ത ഒരു ഉടായിപ്പാണ്. വികസനത്തിനുള്ളൊരു പുതിയ പരിപാടിയാണ് ഈ വിഷൻ 2013. നമ്മൾ ഇതുവരെ ഈ കണ്ട പരിപാടികൾ പോലെ തന്നെയാണിത്. ഒരു കാര്യവും നടക്കത്തില്ല. വെറുതെ ഓരോ നല്ല പേര് കണ്ടുപിടിക്കാൻ ഇവർ ഭയങ്കര വിദഗ്ധന്മാരാണ്. അങ്ങനത്തെയാണ് ഇത് വിഷൻ 2013. വിഷം എന്ന് വേണം പറയാൻ. എല്ലാം വിഷം പരിപാടികളാണ്. ഈ പാവപ്പെട്ടവനെ എൻ്റെ പേര് പറഞ്ഞിട്ട് കോടികൾ അടിച്ചു മാറ്റാനായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ്. ഇത് CM വിത്ത് മീ. നമ്മൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി നമ്മുടെ കൂടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് PRDക്ക് 20 കോടി. ഇദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാനായിട്ടാണല്ലോ നമ്മൾ ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുകയെന്നാണല്ലോ ഒരു മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും എല്ലാവരുടെയും കടമ അതാണല്ലോ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു 20 കോടി മുടക്കി ഒരു മാമാങ്കം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിന് വിളമ്പി കൊടുക്കുന്നത് PRD ആണ്. അതായത് പരസ്യ ഏജൻസികളുടെ ഈ ഗിമ്മിക്ക് പരിപാടികളാണ് കൂടുതൽ ഇവരുടെ കയ്യിലിരിക്കുന്നത്. നാട്ടുകാർക്ക് പ്രയോജനമുള്ള ഒന്നും ചെയ്തില്ലെങ്കിലും ഈ PRD വർക്കുകാർക്ക് വേണ്ടത് അവർ കൊടുക്കും കൃത്യമായിട്ട്. ഓരോ പരസ്യവാചകങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ തട്ടിപ്പ് പരസ്യവാചകമായിരുന്നല്ലോ LDF വരും, എല്ലാം ശരിയാകുമെന്നുള്ള ഒരു വാചകം തന്നെ ഈ പരസ്യ തട്ടിപ്പ് വാചകത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് കണക്കത്തെ PRDയിലെ കോപ്പിറൈറ്ററുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഉടായിപ്പ് മുദ്രാവാക്യം, അതും പറഞ്ഞുകൊണ്ടുള്ള പരസ്യം. അവിടെയാണ് ഇവന്മാരെ ഈ പാവപ്പെട്ടവനെ വലയിലാക്കുന്നത്. ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി അനുവദിക്കുക എന്നുള്ളത് മാത്രമേ ഇവരുടെ പരിപാടിയുള്ളൂ. ബാക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള പരിപാടി ഈ PR ഏജൻസിക്കാണ്. PR ഏജൻസിയാണ് ഈ ഉടായിപ്പ് പരസ്യങ്ങൾ വഴി നമ്മുടെ കണ്ണിൽ പൊടിയിടുന്നത്. വലിയ ഹോർഡിങ്സുകളും പരസ്യങ്ങളും ചാനലുകളിലെ ഈ നാം മുന്നോട്ട് കണക്കുള്ള ഉടായിപ്പ് പരിപാടികളും ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഇതൊന്നും ജനങ്ങളുടെ മുന്നിൽ എത്തണമെന്നില്ല. ഇപ്പോൾ PRD നേരെ ചൊവ്വയുള്ള PRD ഇറക്കിയിരിക്കുന്ന പുസ്തകങ്ങൾ കണ്ടാൽ തന്നെ പറ്റി അറിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടും. അതുപോണക്ക് ബുക്കുകൾ ഇവർ ഇറക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങളുടെ കയ്യിലെത്താതെ അതെല്ലാം ഈ PRD ഓഫീസുകളിൽ അട്ടിയിടുകയാണ്. ഇനി ഇലക്ഷൻ വരുമ്പോൾ ഇവർ തന്നെ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ വികസന നേട്ടങ്ങളാണല്ലോ ഇതിനകത്ത് മുഴുവൻ പറയുന്നത്. ജനങ്ങൾക്ക് ഈ നേട്ടം കിട്ടിയില്ലെങ്കിലും ഒരു പുസ്തകം ഒരുപാട് അച്ചടിച്ചിറക്കുന്നുണ്ട് ഈ നേട്ടങ്ങൾ പറഞ്ഞിട്ട്. അതൊന്നും പോരാതാണ് ഈ പുറത്തുനിന്നുള്ള ഈ ഏജൻസികൾ കൊണ്ടുള്ള ഉടായിപ്പുകൾ. ഇത് നമ്മുടെ കാർന്നവർ ഇതെല്ലാം നോക്കിക്കൊണ്ട് പുറകെ നിൽക്കത്തേ ഉള്ളൂ. നേരിട്ട് പുള്ളി ഇടപെടത്തില്ല. ഇത്രയും ഈ പരസ്യത്തിൽ കൂടെ ഉടായ്പ ചെയ്യുന്ന ഒരു സർക്കാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ചുമ്മാ ഓരോ ദിവസവും ഓരോ സംഗമവും ഓരോ റീബിൽഡ് കേരള, മലയാള സംഗമം, ലോക മലയാള സംഗമം, വിഷൻ 2013 ഇങ്ങനെ ഓരോരോ ഉടായ്പകളും കൊണ്ട് ഇറങ്ങുവാണ്.
കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഈ പാവങ്ങളായ അത്താഴ ഭക്ഷണിക്കാരന് മൃഷ്ടാന്ന ഭോജനത്തിന് ഇവർ വിളമ്പി കൊടുക്കുന്ന സാധനങ്ങളാണ്. ഈ 1000 കോടി 10,000 കോടിയൊക്കെ കടമെടുത്തിട്ട് ഓരോരോ സംഗമങ്ങൾ ഉണ്ടാക്കുകയാണ്. വിവിധ പേരുകളിൽ ഇങ്ങനെ ഉണ്ടാക്കുക. നമ്മൾ ഈ മന്ത്രിസഭ ഉൾപ്പെടെ ജനങ്ങളിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ 1 കോടി രൂപ ചിലവാക്കി ബസ്സെടുത്ത് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഇവർ വന്നത്. പിന്നെ കാക്കോസ് ഫിറ്റ് ചെയ്ത് ബസ്സുമായിട്ട്. ഇപ്പം എന്താ CM വിത്ത് മീ, അതായത് CM ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഒരു 20 കോടി, അത് പിന്നെ PR ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 20 കോടി. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുമല്ലേ, ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് നമ്മുടെ കോരന്മാരെ അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് തമ്പുരാൻ്റെ വലിയ തൻ്റെ തൻ്റെ ഫുൾ ഫിഗർ വരുന്ന ഹോർഡിങ്സുകൾ നാട്ടിൽ മുഴുവൻ വെക്കാനായിട്ടാണ്. നമുക്ക് ഇന്നത്തെ ഈ ആഴ്ച ഈ കാർട്ടൂൺ എക്സിബിഷൻ, ഈ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഇത് സമാപിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു കാർട്ടൂണുമായിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം.